performance. Thank you, ചേച്ചി. ആരെ വേണം റവി ചൂസ് ചെയ്തത്? ചിത്ര ചേച്ചി. അടിച്ചു പൊളിച്ചു. Thank you, ചേച്ചി. Thank you. നല്ലൊരു എനർജി ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. എനിക്ക് ഏറ്റവും സന്തോഷം പിന്നെ റാഫി സാബിന്റെയും കിഷോർ ദാടൻ രണ്ടുപേരുടെയും ശബ്ദത്തിന്റെ അവരുടെ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു വോയിസിൽ പാടുമ്പോൾ. അത് ആര് പാടിയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. Thank you. കുറച്ച് ചരണം ആദ്യത്തെ ചരണം തുടങ്ങിയപ്പോൾ ഒന്ന് താളം ചെറുതായിട്ടൊന്ന് പോകാൻ പോയി, പക്ഷേ തിരിച്ചെത്തി. പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയുമ്പോൾ ഫസ്റ്റ് ചരണത്തിന്റെയും സെക്കൻഡ് ചരണത്തിന്റെയും ഫസ്റ്റ് ടൈം പാടുമ്പോൾ ആ ട്യൂൺ എന്താന്നൊരു ക്ലാരിറ്റി എന്നല്ല, എന്താ പറയേണ്ട, ഒരു നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലാത്ത പോലെ ആയിപ്പോയി കേട്ടോ. രണ്ടാമത് പാടുമ്പോൾ നല്ല ഡെഫിനറ്റ് ആയിട്ട് പാടി കേട്ടോ, അതെനിക്ക് തോന്നിയിരുന്നു. പിന്നെ ലാസ്റ്റ് റാഫി സാബ് പാടിയ പോലെ പാടിയില്ലേ ലാസ്റ്റ് പല്ലവിയിൽ, അതിനകത്ത് സാരാ ഹിന്ദുസ്ഥാൻ പാടിയ സ്ഥലത്ത് ആ ക്ലാരിറ്റി വന്നില്ല. റാഫി സാബിന്റെ ഭയങ്കര ഒരു ഒഴുക്കും അതിനൊപ്പം ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ ഒരു ഗുസ്സ വരുന്ന എവിടെയാ ചരണം, ഒത്തിരി ആവശ്യം കയറിപ്പോയി. Sorry, ചേച്ചി. ഇല്ല സോറി ഒന്നും പറയണ്ട, അത് എല്ലാവർക്കും പറ്റുന്നതന്നെ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡാൻസേഴ്സും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ 26 മാർക്സ്. 26. നന്നായിരുന്നു വിദ്യ. Thank you, sir. ഇത് കൊള്ളായിരുന്നു. ആ ഓപ്പണിങ്ങും വന്നതൊക്കെ നല്ല സ്റ്റൈലുണ്ടായിരുന്നു. Thank you, sir. ആ അനുപല്ലവി തുടങ്ങിയ അതെന്താണ് അങ്ങനെ മിസ്സായി പോയത് പെട്ടെന്ന്? സോറി സാർ, ഒരു എക്സ്പ്രഷൻ കാണിച്ചിങ്ങോട്ട് വരാന്ന് വെച്ചായിരുന്നു, കുറച്ചൊന്ന് പെർഫോം ചെയ്തിട്ട്. അത് പക്ഷേ ടൈമിന് കിട്ടിയില്ല. സോറി. അത് കുഴപ്പമില്ല, സോറി പറയണ്ട. നേർച്ചയിട്ടിട്ട് വന്നേക്കാണോ ഇവിടെ വന്ന് സോറി പറഞ്ഞോളാന്ന്. കുറച്ച് സ്ഥലത്ത് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു, അവൻ ശരിയായിക്കണം. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. ഇത് രണ്ടുപേര് ആരുടെയൊക്കെ സ്റ്റൈലാ പാടിയത് വിദ്യ? കിഷോർ കുമാർ സാബും റഫി സാബും. കൊള്ളാം, ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു ഷുവറായിട്ടും കേട്ടോ. പക്ഷേ റാഫി സാബ് വെള്ളം അടിച്ച് ഫിറ്റായോണായിരുന്നു. എനിക്ക് തോന്നി അതെന്തോന്ന്, അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ മോനെ. അതൊരു വേറൊരു ഈ രണ്ടുപേരും രണ്ടറ്റമാണ്. ഒരാള് ഭയങ്കര ഇങ്ങനെ മോഡുലേഷൻ ഡൈനാമിക്സ് അത് ഇതെന്ന് പറഞ്ഞ് പാടുന്നത് റാഫി സാബ് സൂപ്പർ, ഒരു തേനാണ്. ഇപ്പുറത്ത് ഇടിവെട്ടാണ് ഉള്ളത്. നെറ്റിയടി എന്നൊക്കെ പറയും തമിഴ്നാട്ടിൽ, അടിയടാ കൊല്ലെന്നുള്ള ലെവലിൽ പാടുന്ന ആൾ. ഏതാണെങ്കിലും അങ്ങനെ പാടത്തുള്ളൂ കിഷോർജി. ആ രണ്ടുപേർക്കും അവരുടെ എന്താ പറയണ്ട, അവരുടെ ഒരു സ്റ്റൈല് രണ്ടുപേർക്കും പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ മോനെ അതൊന്ന് ശ്രദ്ധിച്ചോണം. സർ സോറി. 25 മാർക്സ്. 25. ശ്രീയേട്ടാ? കലക്കി കേട്ടോ, വെരി ഗുഡ്, നന്നായിരുന്നു. ചിത്രയൊക്കെ പറഞ്ഞ പോലെ ആ സ്ഥലങ്ങൾ കുറച്ച് ഇടങ്ങൾ പോയിട്ടുണ്ട്. അനുപല്ലവിയൊക്കെ തുടങ്ങുമ്പോൾ അത് എന്തുവായിരുന്നു ആക്ച്വൽ നോട്ട് എന്താണ്? നസ്റോ സേ നാ തോൽ മുജേ, നസ്റോ സേ നാ തോൽ മുജേ. ഭയങ്കരമായിട്ട് പോയി അത് അതും സെക്കൻഡ് ഇത് തുടങ്ങുന്ന സ്ഥലത്തും പോയി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒന്ന് കറങ്ങി വന്ന് ഇങ്ങനെ എടുത്തില്ലേ, ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് പെട്ടെന്ന്, അതൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്ക് പാടാനൊന്നും പറ്റത്തില്ല. പക്ഷെ അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ ഈ സാരാ ഹിന്ദുസ്ഥാൻ എന്നുള്ള ആ സംഗതി ഒന്ന് പാടാം ജസ്റ്റ്. സാരാ ഹിന്ദുസ്ഥാൻ, അങ്ങനെ അത്രയും ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ടോ അതിനകത്ത്? സാർ അത് സാരാ കിഷോർജി പാടുമ്പോ കുറച്ച് പവർ കൂട്ടിയിട്ട് പാടിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ അങ്ങനെ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുസ്ഥാൻ. ഓക്കെ. പിന്നെ രണ്ട് പേരുടെ ഇതിൽ പാടിയത് കുറച്ച് വെള്ളം അടിച്ച പോലൊക്കെ തോന്നിയെങ്കിലും ആ അറ്റംപ്റ്റ് ഓക്കെ. കാരണം അങ്ങനെ പാടിയതിന് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു. കാരണം കേൾക്കുന്നവർക്കൊരു ആദ്യം ഇതിന്റെയും രണ്ടാമത് വേറൊരു പ്രതിഭയുടെയും കൂടെ പാടിയപ്പോഴത്തേക്ക് ആ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളാം. പിന്നെ ഡാൻസ് കൊള്ളായിരുന്നു. പിന്നെ നജ്ഹോ, പിന്നെ കിസിക്ക, ദർഹെ, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ പെർഫോമൻസും കൊള്ളാം. എല്ലാം എവറിത്തിങ് ഈസ് ഗുഡ്, ഇംപ്രൂവിങ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഞങ്ങളിവിടെ മാർക്ക് ഇടുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ചിത്ര പറഞ്ഞ് ഞാൻ 1 മാർക്ക് കൂടുതൽ കൊടുക്കുന്നു. ശങ്കർ എന്നുള്ള പേര് അവസാനം വന്നോണ്ടാണ്.
അതുകൊണ്ട് എല്ലാരും ശങ്കർ എന്തെങ്കിലും ഇനി എടുക്കുന്ന പാട്ടുകളിലൊക്കെ ശങ്കരാന്നോ ശങ്കറെന്നോ ഒക്കെ കൊണ്ടുവരും. മാർക്കുകൾ കൂടുതൽ കിട്ടും. വിജയാന്നെങ്കിലും വേണം, ശങ്കറില്ലെങ്കിലും. 25. ശരത് സർ, ഔട്ട് ഓഫ് 10 പെർഫോമൻസിന് നല്ല പെർഫോമൻസ് ഇനിയും ചെയ്യണം, നിറയെ ചെയ്യണം കേട്ടോ. 5 മാർക്സ് മതി. താങ്ക് യു സർ. 81. എന്തോന്നു സാരമില്ല, ഇങ്ങനെയൊക്കെ തുടങ്ങി. അപ്പൊ ഇനിയും വരും വെയിറ്റ് ചെയ്യാം. ഇത്ര നേരം എടുത്തോ, അൺഫെയർ ആണല്ലെങ്കിൽ. ഇനിയില്ല. 82. ഓക്കെ, എന്നാലും വരുവോ അറിയില്ല. 7. വെയിറ്റ് ചെയ്തോ. 8 കൂടെ വരണം തോന്നുന്നുണ്ട്. കൊള്ളാം, എനിക്ക് ടെക്നിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര പ്രതീക്ഷയില്ല. 71 കൗണ്ട് ചെയ്യട്ടെ. 76 + 8 84. 84 മാർക്സ് ആണ് വിദ്യയുടെ റീമിക്സ് റൗണ്ടിൽ നമുക്ക് ലഭിച്ചത്. ഇന്നത്തെ പെർഫോമൻസ് റൗണ്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിച്ചോട്ടെ. ജഡ്ജസ് നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട്, കറക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. കറക്ഷൻസ് ചെയ്ത് ഇനിയും നിങ്ങളെ രസിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണം എന്ന ആഗ്രഹമുണ്ട്. അതിനായി ദയവായി SMS അയക്കുക. അയക്കേണ്ട ഫോമാറ്റ് ISS സ്പേസ് വിദ്യ VIDHYA. ഇത്ര വൃത്തിയായിട്ട് പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ പാടാന്നുള്ള വലിയ പാടാവാൻ സമ്മതിച്ചു കേട്ടോ. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചെന്ന് വെച്ചാൽ കുനിഞ്ഞൊക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ എണീറ്റൊക്കെ വന്നില്ലേ പാടിക്കൊണ്ട്. എന്റെ മോനെ നമുക്കാർക്കും പറ്റില്ല കേട്ടോ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പ്രേക്ഷകർ വിസ്മയിച്ചുപോയ ജോബി ജോണിന്റെ പ്രകടനം ഇടവേളയ്ക്ക് ശേഷം. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 വിജയിയെ കാത്തിരിക്കുന്നത് ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപയുടെ ഒരു വില്ല തിരുവനന്തപുരത്ത്. രണ്ടാം സമ്മാനം ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ജോസ്കോ ഗോൾഡ്.